Hello students. So, ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ബ്രിഡ്ജ് കോഴ്സിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ടാണ്. സോ ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10th പാസ്സായ +1ലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ +1ലെ സയൻസിനും മാത്സിനും വേണ്ടിയിട്ട് ഒരു ബേസ് നൽകുന്നതിനായിട്ടാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഇതിലേക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ ബ്രില്യൻറ്റ് പാലായുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് brilliantpala.org എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ്. സോ അതിലേക്ക് ലോഗിൻ ചെയ്യുക. സോ ഇവിടെ നമ്മുടെ ലിങ്ക് വന്നിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ. നമുക്ക് നേരെ അതിലേക്ക് എൻ്റർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് പേജ് വരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് എബൌട്ട് ഉണ്ട്, സെൻറ്റേഴ്സ്, ബ്ലോഗ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള നമ്മുടെ വെബ്സൈറ്റാണ്. സോ ഇതിനകത്ത് കോഴ്സസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ ഇതിനകത്ത് ഏറ്റവും താഴെയായിട്ടാണ് ബ്രിഡ്ജ് കോഴ്സ് കിടക്കുന്നത്. ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഇതാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ പേജ് വരുന്നത്. ഇതിനകത്ത് ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു പേജാണ്. നിങ്ങൾക്കിത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നമുക്ക് പോകാവുന്നതാണ്. ഇതിന് ശേഷം ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. രജിസ്റ്റർ, പിന്നെ റിക്വസ്റ്റ് എ കോൾ ബാക്ക്, കോഴ്സ് ബ്രോഷർ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ ബ്രില്യൻറ്റിലെ ഏതെങ്കിലും നേരത്തെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഇവിടെ ഉണ്ടാകും. ഇനി അതെല്ലാം നമ്മുടെ ഇവിടെ കോഴ്സിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID പാസ്വേഡ്, ഇതിൽ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ നമ്പറിലേക്ക് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ പുതിയ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സൈനപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. സോ ഒരു പുതിയൊരു വിദ്യാർത്ഥി നമ്മൾ സൈനപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത് വരുന്നൊരു വിൻഡോ ഇതാണ്. ഇതിനകത്ത് സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെക്കാറുണ്ട്. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചെയ്യേണ്ട ഒരു പേജാണിത്. അതാദ്യം ഫില്ല് ചെയ്യണം. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളവിടെ ഫില്ല് ചെയ്തു. അതായത് പേരും ഫോൺ നമ്പർ, മെയിൽ ID, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ട് നമ്മളത് എഗ്രി ചെയ്യുന്നു. പിന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷന് ശേഷം ഇവിടെ വരുന്നൊരു വെരിഫിക്കേഷൻ കോഡിൻ്റെ ഒരു പേജാണ്. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID, ഈ രണ്ടിലേക്കും നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. എബ്രോഡുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മെയിലിലേക്കായിരിക്കും കോഡ് വരിക. സോ ആ കോഡ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക. സോ വെരിഫിക്കേഷൻ കോഡിന് ശേഷം നിങ്ങൾക്ക് വേറൊരു വിൻഡോ കാണാൻ സാധിക്കും. അതായത് അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. ഏത് ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയാണെന്നുള്ളതാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ സെലക്ട് ക്ലാസ് സ്റ്റഡിങ്ങിൽ നിങ്ങൾ 10th കഴിഞ്ഞ് +1ലേക്ക് കയറുന്ന വിദ്യാർത്ഥിക്കുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ സോ നിങ്ങൾ ഫോർ അഡ്മിഷൻ ക്ലാസ് 11 എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സോ അതിനുശേഷം കാണാൻ പറ്റുന്ന ഒരു പേജിൽ നിങ്ങൾ +1ൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചേരാവുന്ന കോഴ്സുകളുടെ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജാണ് ഇത്. ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ്. ഇവിടെ ബ്രിഡ്ജ് കോഴ്സ് 2025 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അവിടെ എൻറോൾ നൗ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിനുശേഷം വരുന്ന പേജിൽ സൈഡിലായിട്ട് തന്നെ സെലക്ട് സെൻറ്റർ എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് സെൻറ്ററാണോ അതൊന്ന് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് സെൻറ്ററാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വരുന്നത് പേയ്മെൻറ്റ്സിൻ്റെ പേജാണ്. സോ എത്ര രൂപയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഫീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഈ പേജിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പേ ഓൺലൈൻ എല്ലാന്നുണ്ടെങ്കിൽ പേ വയ ബാങ്ക് ചെല്ലാൻ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പേ നൗ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം പേയ്മെൻറ്റ് ഒരു പേജ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് UPI ഉണ്ട്, കാർഡ്സ് ഉണ്ട്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഏത് മോഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ ഏത് പേയ്മെൻറ്റ് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ UPI വഴിയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. QR കോഡ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്തതിന് ശേഷം നേരെ പേയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ UPI ID ഫില്ല് ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് പേ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും വിത്തിൻ 1 day കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഈ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇത്രയുമാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടും എളുപ്പത്തിലും വിത്തിൻ 5 minutes നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സിസ്റ്റം വഴിയോ ഫോൺ വഴിയോ ഒക്കെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.